സമയം 5:30. പക്ഷേ വൈകുന്നേരം 7 മണി മാതിരി ആയ മാതിരി ഉണ്ട്. ഇല്ലേ, കേരളത്തിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മേഘങ്ങൾ. ഇന്നിവിടെ മഴ ചെയ്യുന്നതാണ് പറയുന്നത്. തണ്ടർ സ്റ്റോമൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം. നല്ല അടിപൊളി കാലാവസ്ഥ പോയി. ഞാൻ വെറുതെ ഇറങ്ങിയാണ് പുറത്തുനിന്ന്. ഒന്നാമത്തെ നടക്കാൻ ഇറങ്ങിയത്. ഇന്ന് പാർക്കിൽ പോകാൻ വേണ്ടിയുള്ളൊരു മൂടൊന്നുമില്ല. നമുക്ക് ഈ റോഡ് സൈഡിൽ കൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. നിങ്ങളെപ്പോഴും ഇങ്ങനെ പാർക്ക് കാണിച്ചാൽ മതിയോ? ഓക്കെ ഗൈസ്, മഴ ചാരി തുടങ്ങിയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് മഴ ശരിക്കും അങ്ങോട്ട് പെയ്യാമെന്ന് പറയാൻ പറ്റില്ല. നല്ല കാറുണ്ട്, മഴക്കാറ് നല്ലോണം ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ ഉണ്ടെന്നാണ് പറയും. ഇപ്പം എൻ്റെ വീട്ടിൽ ഇന്നലെ ഞാൻ മമ്മീനെ വിളിച്ചപ്പോഴും മമ്മി പറയുന്നത് പറഞ്ഞാൽ ഡാം തുറക്കാണ്ടിരുന്നാൽ മതി. ഡാം തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അവിടെ വെള്ളപ്പൊക്കമാണ്. നമ്മുടെ അവിടെ 2 പ്രാവശ്യം ഓൾറെഡി വീട്ടിൽ വെള്ളം കയറിയിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് വീടിൽ നിന്ന് മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇഞ്ഞു അറിഞ്ഞുടഞ്ഞു ഡാം എങ്ങാനും തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമാവും. ഡൽഹിയിൽ നാട്ടിലെ മാതിരി കണ്ടിന്യൂസ്ലി മഴ പെയ്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇവിടെ ഇപ്പോൾ 2-3 ആഴ്ചയിൽ 3 പ്രാവശ്യം മഴ പെയ്തു. ആ മഴ വെച്ചിട്ട് തന്നെ ഫുള്ള് നമ്മളുടെ എയർപോർട്ട് റോഡും അതൊക്കെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് അണ്ടർ പാസൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞ് വണ്ടികളൊക്കെ കേടായി. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മളുടെ ഡൽഹിയിലുണ്ട്. ഓക്കെ ഗൈസ്, മഴ ചാരി തുടങ്ങി. നമുക്ക് വീട്ടിലേക്ക് പോവാം. ശരിയാവില്ല അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി വീടാണ്. അത് കാണാം, സഫ്ദർജംഗ് എൻക്ലേവിൽ അടിപൊളി വീടാണ് ഇവിടെ ഈ ഭാഗത്ത്. ഇത് സഫ്ദർജംഗ് എൻക്ലേവ് B2 മാർക്കറ്റ് ഏരിയയാണ്. ചെറിയൊരു മാർക്കറ്റാണ്, പക്ഷേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. എൻ്റെ മോനെ പുറത്തു കൂടെ നടക്കാൻ പറ്റണില്ല. അത്രയും ട്രാഫിക്കും ഒച്ചയും ബഹളവും. ഇപ്പം നമ്മളുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ഏരിയയാണ്. ഇപ്പോൾ തൃശ്ശൂർ ഏരിയ ആയതുകൊണ്ട് ആ ഭാഗത്തിന് നമ്മളുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ചാൻസ് അവിടെ 2 പ്രാവശ്യം വന്നാണ്. നിങ്ങളൊക്കെ ഏത് സ്ഥലത്തുനിന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ് എവ്രിബഡി ഈസ് ഫൈൻ. ഒന്ന് പറയാം കമൻറ്റ് ബോക്സിൽ കൂടെ. കാരണം ഞാൻ 9-ാം തീയതി നാട്ടിലേക്ക് വരണം. ഇപ്പം അപ്പോൾ 9 എന്ന് പറഞ്ഞാൽ 11-ാം തീയതി എത്തും. ആ സമയം വരെ മഴ ഉണ്ടാവോ ഇങ്ങനെ ഇനോ. മമ്മീനോട് സംസാരിച്ചപ്പോൾ മമ്മി പറഞ്ഞ് കണ്ടിന്യൂസ്ലി മഴയാണ് അത്ര. പിന്നെ പുഴ ഇപ്പോൾ നിറഞ്ഞ് വെള്ളം റോഡിലെത്തി. റോഡിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മളുടെ വീട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലാണ് പുഴ. ഇത് കണ്ട, ഇവിടെ മാനകളുള്ള സ്ഥലമാണിത്. ഇഷ്ടംപോലെ മാനുണ്ട്. ആരും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എല്ലാതും ആ ഭാഗത്തായിട്ട് നിൽക്കണം. നോക്കിയ മക്കളെ നല്ല മഴക്കാറുണ്ട്. ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി മഴയായിരിക്കും. അതേ കിട്ടി മാനകളെ. ഇഷ്ടംപോലെ പുള്ളിമാനുണ്ട് ഇവിടെ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഡൽഹിയിൽ നല്ല ഹ്യൂമിഡിറ്റിയും നല്ല ചൂടുമായിരുന്നു. അപ്പോൾ നമ്മൾക്കെന്ന് പറഞ്ഞാൽ AC ഇല്ലാണ്ട് പറ്റില്ലായിരുന്നു. അത്രയും നമ്മൾ AC ഇട്ടിട്ട് ഞാൻ ആക്ച്വലി പുറത്തുണ്ടല്ലോ AC നിന്ന് ആ ഹ്യൂമിഡിറ്റി നിൽക്കണ ഈ വരുന്ന ഇതില്ലേ, ആ വെള്ളം വരുന്നത്. യു വോണ്ട് ബിലീവ് ഹ്യൂമിഡിറ്റി ഓൾമോസ്റ്റ് 80 to 90%. അപ്പോൾ എത്ര വെള്ളം നിറയോ, ഒരു 2 മണിക്കൂർ കൊണ്ട് ഒരു ബക്കറ്റ് നിറഞ്ഞു. അത്രയും ഉണ്ടായിരുന്നു. പഹയൻ ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് പുല്ല് കഴിക്കുക. 2-3 ദിവസമായിട്ട് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. അതൊന്ന് പുല്ല് കഴിക്കുന്ന ചിലവ് ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ട് ഞാൻ. ചിലപ്പോൾ ഇവർക്ക് വയറുവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവർ ഈ പുല്ല് വന്ന് കഴിക്കും വയറുവേദന മാറ്റാൻ. എന്താ അല്ലേ. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ്. നല്ലൊരു വ്യൂ, ലേക്ക് ഉണ്ട് മുമ്പിൽ. ചെറുതായിട്ട് ഒരു കൂടുതലിരുന്ന ഒരു കാറ്റും അടിക്കുന്നുണ്ട്. നടന്നിട്ട് വേർത്ത് ഞാൻ. മേഘങ്ങളൊക്കെ ഉണ്ടായത് പോയിട്ടാ. ഇത്രയും നേരം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. എല്ലാം പോയി. ഇത്രയും നേരം കാറ്റുണ്ട് നല്ലോണം, പക്ഷേ മേഘങ്ങളുണ്ടായിരുന്നു ഇത്രയും നേരം. അതിപ്പോൾ അവിടെ പോയി എന്നറിഞ്ഞിട്ടാ.
എനിക്കൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരെയായിരിക്കും. ഇത് കണ്ട ചെക്കൻ അതിൻ്റെ മുകളിൽ കൂടെ നടന്ന് എങ്ങനെ വീണാൽ ഒന്ന് ആലോചിച്ച് നോക്കി അവൻ്റെ അവസ്ഥ. പേടില്ല കേട്ടോ നമ്മുടെ ചെക്കന്മാർക്ക്. ഞാൻ എപ്പോഴും ആലോചിക്കും ഈ ഉണ്ടാക്കിയ ഇതുണ്ടല്ലോ ഈ സമയത്ത് എന്തായിരിക്കും ഇവിടെ നടന്നിരുന്നത് അല്ലേ? ഹിസ്റ്ററി ഒരു അപാര ഫീലിംഗ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ. ഇതെല്ലാതും കച്ചറാക്കിയിട്ടിരിക്കുക ആൾക്കാർ. ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് എപ്പോഴും. കുറേ കണ്ട കല്ലൊക്കെ എപ്പോഴും സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ ജനങ്ങളുണ്ടെന്ന് പാർക്കിൽ. അങ്ങനെ നടന്നിറങ്ങി കുറേ നാളായി ആലുട്ടിക്ക് അടിച്ചിട്ട്. ആലുട്ടിക്കല്ല, ആലുചാട്ട്. ഇതൊന്നും നമുക്ക് കഴിച്ചു കളയാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പനീർ. യാവിന് പനീർ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാളായി പനീർ ഉണ്ടാക്കിയിട്ട്. പിന്നെ ഒരു ടൂണ്ട് മിൽക്ക് മേടിച്ചു നാളത്തെ പരിപാടിയിലേക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ജീവിതം ഇപ്പോൾ ഇതിൽ ബിസി ആയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ യൂട്യൂബ് ഉണ്ടാക്കണം. എനിക്ക് ഈ ട്രാവൽ ചെയ്യാണ്ടുണ്ടല്ലോ ഒരു ജാതി ഇതായിക്കൊണ്ടിരിക്കണേ. എങ്ങനെയെങ്കിലും ട്രാവൽ ചെയ്യണം എനിക്ക്. ഡൽഹിയിലെ ഗലികൾ ഒന്നും പറയണ്ട പോയി. എവിടെ ചെന്നാലും ഫാസ്റ്റ് ഫുഡ് കോർണേഴ്സാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ട്രാവലിങ്ങിൻ്റെ എന്തായാലും ഈ കേരള ട്രിപ്പ് ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ. പിന്നെ കേരളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം യാവിൻ്റെ സ്കൂളും ടൈമിങ്ങും. മഴ പെയ്യുമ്പോഴെന്ന് വിചാരിച്ചിട്ട് മഴയും പെയ്തില്ല, ഒരു കുഴപ്പം ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് ചാറി. ചിലപ്പം പിന്നെ ആയിരിക്കും ആവാം. അങ്ങനെ ഇന്നത്തെ നടത്തം ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ മഴ പെയ്യുമെന്ന് വിചാരിച്ച് മഴയും പെയ്തിട്ടൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത്രയും നേരം കണ്ട മേഘങ്ങൾ ഒറ്റെണ്ണില്ല. എല്ലാ മേഘങ്ങളും പോയി. മനുഷ്യന്മാരെ പറ്റിക്കാനുള്ള പരിപാടി. ഇനി പറയാൻ പറ്റില്ല, രാത്രി ചിലപ്പോൾ വരും. ഗായ്സ് അങ്ങനെ ഒരു കുളി അങ്ങോട്ട് കുളിച്ചു. കുളിച്ചതേ ഭക്ഷണം ഉണ്ടാക്കി. ഇന്ന് പനീറിട്ട് ഉണ്ടാക്കിയിരിക്കണത്. നമ്മുടെ ഡാബ സ്റ്റൈൽ പനീറും ചോറും. പിന്നെ എനിക്ക് വേണ്ടി ചപ്പാത്തി. ചാവിന് ചപ്പാത്തിയാക്കാൻ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അവനക്ക് ചോറുണ്ടാക്കി, ചോറും പനീറും. അവൻ മഴയുടെ യാതൊരു ലക്ഷണവും കാണില്ല കേട്ടോ. ഒരു ലക്ഷണവും കാണില്ല. വന്ന് പോയത് തന്നെ അറിയാം. വന്നത് തന്നെ ഭയങ്കര ഭീകരമായ ഒരു വരവായിരുന്നു. ഭയങ്കര എന്താ പറയുക, റോർ ചെയ്തിട്ടൊക്കെ ഭയങ്കര ഇടിയും ഇതൊക്കെ ആയിട്ട്. അത് ആകെ ഒരു ചെറിയൊരു ചാറി അതങ്ങോട്ട് പോയി. ഞാനുണ്ടല്ലോ ഈ സംഭവം ഇന്നലെ മേടിച്ചു. ഇന്ദുലേഖ ബ്രിങ്ക ഓയിൽ. എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് കുഴിയുണ്ട്. അപ്പോൾ ഇത് ഞാനിന്ന് ഒരു മുക്കാൽ മണിക്കൂർ 1 മണിക്കൂർ ഞാൻ ഇട്ടിട്ട് തലയിൽ അത് കഴിഞ്ഞിട്ട് കുളിച്ചത്. ഇത് ന്യൂ ഹെയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു 3 മാസം വരെ അവർ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് സി ഇഫ് ഇറ്റ് ദിസ് വർക്ക്സ്. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം ഇത് നല്ലതാണോ അല്ലയോ എന്ന് പറയാം. ഇത് എവിടുത്തെ പ്രൊഡക്റ്റാന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. സംഭവം എഴുതിയിരിക്കുന്നത് നമ്മുടെ കേരളയുടെ പ്രൊഡക്റ്റാണോ ഇത്? തലശ്ശേരിയുടെ പ്രൊഡക്റ്റാണത്. അപ്പോൾ നിങ്ങളെ കാര്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇഫ് ഇറ്റ്സ് യൂസ്ഫുൾ ദെൻ ടെൽ മീ. നല്ല വില ഉണ്ട് കേട്ടോ, 200 സംതിങ് രൂപയാണ് ഇതിന്. പക്ഷെ എന്തായാലും ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ കസൂരി മേത്തിയുടെ മാത്രം ബാക്കിയുള്ളത്. സംഭവം റെഡി. നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഇനി കസൂരി മേത്തി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡാബ പനീർ റെഡി. എങ്ങനെയാണ്? നല്ല രസമല്ലേ കാണാൻ? പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് ഇടാറുണ്ടോ? കേരളത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കസൂരി മേത്തി ഇടുന്നത്. ഇവിടെ പല നോർത്ത് ഇന്ത്യൻ ഡിഷിൽ ഈ സംഭവം ഇടാറുണ്ട് സബ്ജികൾക്ക്. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലിസ്റ്റാണ്, നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പം എങ്ങാനും നമ്മളുടെ ഒപ്പം കണ്ടുമുട്ടുന്ന വെച്ചാൽ ഇഫ് യു വാണ്ട് മീ ടു കുക്ക് എനി ഫുഡ് ഫോർ യു ലെറ്റ് മീ നോ, ഞാൻ ഉണ്ടാക്കാം. മോനെ ഇതൊന്നും അങ്ങോട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി. കൊറിയാണ്ടർ ഇല്ല, അല്ലെങ്കിൽ കൊറിയാണ്ടറും കൂടി ഇട്ടിട്ട് റെഡിയാക്കിയാണ്. യാവനിത് ഭയങ്കര ഇഷ്ടമാണ് പനീർ. ഇപ്പം എല്ലാതും റെഡി. യാവിൻ, food is ready. Shall I serve you in the bowl?
ഈ ചെക്കനെ ഇതിൽ കഴിക്കൂ, ഇവൻ പ്ലേറ്റിൽ കഴിക്കാറില്ല, ബൗളിൽ കൊടുക്കണം നമുക്ക് എപ്പോഴും. ഇപ്പോൾ നല്ല ഗ്രോയിങ് ഏജാണ്ട് നല്ലോണം കഴിക്കും. ചിലപ്പോൾ ഇത് 2-3 പ്രാവശ്യം എടുത്ത് കഴിക്കാറുണ്ട്. ടേസ്റ്റ് എന്ന് വെച്ചാൽ ചെക്കൻ കഴിക്കും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം. ഇതായി പനീറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ പനീർ വരെ ഡ്യൂപ്ലിക്കേറ്റ് വരണമെന്നാണ് കേട്ടത്. അതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ മേടിച്ചത് മദർ ഡയറിയിൽ നിന്നാണ്. ഇപ്പം ഹോപ്പ്ഫുള്ളി ഒറിജിനലാണെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാതും ഇപ്പോൾ മിക്സും മറ്റും മറിച്ചൊക്കെ ചെയ്തിട്ട് വരാറ്. ഇപ്പോൾ ചെക്കൻ്റെ ഫുഡ് ഞാൻ കൊടുക്കട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചപ്പാത്തി കഴിക്കും. അപ്പോൾ അതാണ് മെയിൻ. അത് അവനക്ക് കൊടുത്തു തീർത്തു. ഞാനുണ്ടല്ലോ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ പെർട്ടിക്കുലറായിട്ടുള്ള ചാനൽ കാണാറുള്ളൂ യൂട്യൂബിൽ, എന്ന് വെച്ചാൽ ന്യൂസ് ചാനൽ. ഇപ്പോൾ ഡൽഹിയിൽ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട്. സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ എന്നാണ് പറയണത്. പക്ഷേ പല വീടുകളൊക്കെ ഇവർ കാലിയാക്കിയിട്ട് അടിച്ചു പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സരോജിനി നഗർ മാർക്കറ്റ് വരെ അവരടിച്ചു പൊളിച്ച്, അപ്പോൾ കുറേ സ്ഥലങ്ങൾ അവർ കാലിയാക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞതാ. പക്ഷേ ഭയങ്കരമായിട്ട് ക്ലീനപ്പ് ഡ്രൈവ് നടക്കുന്നുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇത് റെഡ് മൈക്ക് എന്ന് പറഞ്ഞ ചാനലാണ്. പണ്ടത്തെ NDTV ന്യൂസിൻ്റെ ആൾക്കാരായിരുന്നു ഇവർ. ഇപ്പം ഇന്ന് അവരുടെ സ്വന്തം ചാനലാണ്. അപ്പോൾ ഇതിന് ഭയങ്കര പ്രശ്നങ്ങളായിട്ട് ആൾക്കാർ പുറത്ത് ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്, അതും 10 ദിവസം 5 ദിവസത്തൊക്കെ സമയമാണ് കൊടുത്തിരിക്കുന്നത് അവരോട് കാലിയാക്കാൻ പറഞ്ഞിട്ട്. ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഇന്ന് ഞാൻ വിചാരിച്ചു മഴ ഉണ്ടാവും, വെച്ചാൽ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, കുറച്ചൊന്നും നനയാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പോൾ വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ പുറത്ത് പോകാനുള്ളൊരു ഇത് കിട്ടുന്നില്ല ചെക്കൻ കാരണം. എനിവേസ് അവൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് രാവിലെ നമുക്ക് പോകേണ്ടി വരും എവിടെയെങ്കിലും. എന്നാലേ നമുക്ക് കറങ്ങിയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ നമ്മൾ കേരളത്തിൽ വരാൻ പോണ്. അപ്പോൾ ആ ട്രിപ്പ് തന്നെ, ആ 2 ദിവസത്തെ ട്രെയിൻ ട്രിപ്പ് തന്നെ വളരെ ഒരു നല്ല അടിപൊളി ട്രിപ്പായിരിക്കും. അപ്പോൾ അതന്നെ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഞാൻ. അപ്പോൾ കാണാം ഗൈസ്. ഇഫ് യു ലൈക്ക് ദിസ് വ്ളോഗ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.